മാമൻ, കുമാരപുരത്തെ മാമൻ. അല്ലേലും മാമൻ ഒരു ശ്രദ്ധയില്ല. നല്ല സമയത്ത് ഇവൻ വീണത് കൊണ്ട് ഞങ്ങൾക്കൊക്കെ മാമനെ ഒന്ന് കാണാൻ പറ്റും. അത് ഞാൻ നിങ്ങൾ നേരത്തെ വരുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ 5-8 മാസല്ലേ ആയുള്ളൂ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. മോനെന്താ പറ്റിയത്? ഒന്ന് വീണു. നെവർ മൈൻഡ്. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. Where is it? My God. അടുത്ത ദിവസം പയ്യന്റെ വീട്ടിൽ നിന്ന് വരുമെന്നാ പറഞ്ഞത്. മാമൻ ഇവളെ ഒന്ന് അനുഗ്രഹിക്കണം. മോളെ, മാമന്റെ അനുഗ്രഹം വാങ്ങിക്കാം. അപ്പൊ കല്യാണത്തിന് മുമ്പ് ഞാൻ തട്ടിപ്പോകുന്നാ പറയുന്നത്. പെണ്ണ് കാണൽ എന്തിനാടി അനുഗ്രഹം? അയ്യോ, അതല്ല, പിന്നീട് ഒരു മനോവിഷമം വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പറഞ്ഞതാ. അല്ലേ ചേച്ചി? ഡോക്ടർ എന്ത് പറഞ്ഞു? ഒരു കുഴപ്പമില്ല, എല്ലാ ടെസ്റ്റും നെഗറ്റീവ്. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. ഇനി ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? പോവാം. എന്നാ ഞാനും മോളോട് ഇവരോട് അങ്ങ് പോവാ. വാ, കൂടെ വാ, വന്നോളൂ. ചേട്ടൻ ഇവിടെ നില്ലേ. എന്തിന്? അമ്മായി വന്നിട്ട് പോന്നാ മതി. രുക്മിണി, അമ്മായിയൊക്കെ ഇനി എപ്പോ വരാൻ? വരും. അതെ, നമ്മൾ ഒറ്റയ്ക്കാക്കിട്ട് പോകുന്നത് ശരിയല്ല. ഇതൊക്കെ തീരുമാനമായ കേസല്ലേ? നമ്മൾ നിന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടോ? ഉണ്ട്. അമ്മായി വന്നിട്ട് പോന്നാ മതി. അല്ല പിന്നെ മോനെ സഹു, ഒരു ആപ്പിള് മുറിച്ച താതാ. ഞാനോ? പിന്നെ ഞാനോ? ഇപ്പോഴോ? ഇപ്പൊ തന്നെ. മുറിക്ക്. എന്തേ കത്തിയില്ലേ? കത്തിയല്ലേ കട്ടിലേക്ക് കിടക്കുന്നു. എന്തേ കത്തി കിട്ടി. ഞങ്ങളഞ്ഞങ്ങിറക്കാം. അച്ഛനൊന്നും ഉറങ്ങാൻ ശ്രമിക്കരുന്നിട്ടേ. ഈ ഫോണൊന്നും എടുത്തൂടെ എനിക്ക്? ഹലോ, ആ കുമാരനാ? ഏത് കുമാരൻ? അച്ഛനാ? എന്തേ? പെങ്ങളും അളിയലും കൂടി അപ്പുറത്തൊരു പെണ്ണ് കാണൽ ചടങ്ങ് കിടക്കുന്നുണ്ട്, അങ്ങോട്ട് പോയത്. എന്തേ? ഞാൻ ഇപ്പം അടുത്ത കാലത്തൊന്നും അങ്ങോട്ട് വരില്ല. എന്ന് നിങ്ങളെ സ്വഭാവം നന്നാവും അന്ന് ഞാൻ വരും. പറഞ്ഞു നോക്കിയാൽ ശരി. എന്നാലും എന്തേ ഈ അണ്ടി പോയ എണ്ണാൻ്റെ മാതിരി ഇങ്ങനെ ഇരിക്കുന്നത്? എടാ, അവിടെ പെണ്ണ് കാണാൻ വന്നിട്ടല്ലേ ഉള്ളൂ. കല്യാണത്തിന് എത്ര സമയമുണ്ട്? ഓക്കോനെ ഇഷ്ടാവണ്ടേ? ഇയാൾ എന്ത് പറഞ്ഞാലും കറക്റ്റാ. നാളെ പോലീസ് ഇരിക്കുന്നു പറഞ്ഞില്ലേ? കറക്റ്റായിട്ട് സംഭവിച്ചില്ലേ? എത്ര എണ്ണക്ക് കിട്ടി? ചതയം എന്നീ നാളുകളുടെ നക്ഷത്രമാണല്ലോ വന്നത്. അവിട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ കഫ, പിത്ത, വാതരോഗങ്ങളിൽ നിന്ന് ശമനമുണ്ടാകും. പ്രശ്നങ്ങളൊക്കെ ഇവർ ഈ ആഴ്ച കൈക്കൊള്ളേണ്ടി വരും. 4-ാം കൂറിൽ ജനിച്ച ഇക്കൂട്ടർക്ക് ഈ ആണ്ടിൽ പ്രേമസാഫല്യം, സൽകീർത്തി, സമ്പൽ സമൃദ്ധി, സന്താനഭാഗ്യം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. അമ്മാവനോ തായ്വഴി ആ സ്ഥാനം വഹിക്കുന്നവരോ ആയിട്ടുള്ള ചങ്ങാത്തത്തിൽ മാനഹാനി, ധനനഷ്ടം, ജയിൽവാസം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അല്പം തന്മയത്വത്തോടുകൂടി ഇവരെ ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം. എന്തുകൊണ്ടും അവിട്ട നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു നക്ഷത്രഫലമാണ് ഈ ആഴ്ച കാണുന്നത്. ഇനി നമുക്ക് ഈ ആഴ്ച പൊതുവെ ഊർജ്ജസ്വലരായിരിക്കും. 2-ാം കൂർ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ നാളെ നടത്താനും ഞങ്ങൾ തയ്യാറാണ്. ഇല്ലേ പ്രഭാരം? ശരി. കൊണ്ടുപോയി എനിക്കിനി ജീവിക്കണ്ട ആളെയാ. അങ്ങനെ പറയാ. അതൊക്കെ നിന്റെ ഇഷ്ടം. ഇയാളെന്തിനാ ചിരിക്കുന്നത്? ഞാനേ ഓളെ കല്യാണത്തിന് ഉപ്പ് വിളമ്പിനാലോചിച്ച് ചിരിച്ചതാ. അതിപ്പോ അവന് ഉപ്പ് വല്ല വിളമ്പണമില്ല, വല്ല അവിലോ സാമ്പാർ വിളമ്പിയാ പോരെ. കറക്റ്റ്. അങ്ങനെ അവന് ഫീലിങ്സിന് കുറച്ച് കുറവുണ്ടാവും. അത് ശരിയാ. എടാ, നീ ഇങ്ങനെ ചെറിയ കാര്യത്തിന് വിഷമിക്കല്ലേ ശരത്തെ. നീ പോടാ, നിന്റെ പെണ്ണിനെ വേറൊരുത്തം കെട്ടും പറയാം. ഇത് ചെറിയ കാര്യമാണോ വലിയ കാര്യമാണോ? ഇട ഉറപ്പിച്ചിട്ടല്ലോ, കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇനി എത്ര സമയം കിടക്കിന്?
ആദ്യം മദ്യപാനത്തെ ശ്രദ്ധിക്ക്. ഇവൻ അവളെ ഇഷ്ടമാണെന്ന് അവൾക്ക് അറിയത്തില്ലല്ലോ. പിന്നെ ഇവൻ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് എന്തുണ്ടാക്കാനാ? കുടിക്ക്, പക്വത വരട്ടെ. അവൾക്ക് എന്നെ ഇഷ്ടമല്ലടാ. അത് സത്യം. അല്ലെങ്കിൽ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് അവളൊരു സൂചനയെങ്കിലും തരണ്ടേ. എടാ, സൂചന തന്ന പെണ്ണിനി തരാത്ത പെണ്ണിനി എങ്ങനെ വളച്ചൊടിച്ച് കൈക്കലാക്കണം എന്നുള്ള ഐഡിയ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് റിസ്ക് എടുക്കണം. യു മീൻ റേപ്പ്? ഒറ്റ നാട് തെരിഞ്ഞായി റേപ്പ് എന്നൊക്കെ പറഞ്ഞ് ചെക്കനെ പേടിപ്പിക്കുക. അമ്മാവൻ പറ. നോക്ക, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് അമ്മാവ നിന്നെ വിളിക്കരുതെന്ന്. എടാ, ഈ റേപ്പ് എന്നൊക്കെ പറയുമ്പോൾ അവൻ പേടിച്ചു. പീഡനാകുമ്പോൾ വലിയ കുഴപ്പമില്ല, പത്രത്തിലൊക്കെ കാണാനല്ലേ. അമ്മാവനെ നോക്കുക, അത് തന്നെയല്ല ഞാൻ പറഞ്ഞത്. ആ വെള്ളടിച്ച ഭയങ്കര വയലൻ്റാണെങ്കിൽ ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. നീ പൊന്മാന്റെ കളി കളിക്കണം. പൊന്മാനല്ലടോ, പൊന്നിച്ചാമി. ഇവൻ ഇത് ഓവറാക്കും. അത് ഞാൻ പറഞ്ഞു. നീ ഒന്നും നോക്കണ്ട, തന്നെ ആയിക്കോട്ടെ അല്ലേ? കുടി, ചെറിയൊരു പ്രോത്സാഹനം കൂടി. മിണ്ടരുത്. എനിക്കറിയാടാ എന്ത് ചെയ്യണമെന്ന്. എനിക്കറിയാം. പിന്നെ അങ്ങോട്ട് ചെയ്തു. എന്നാ പിന്നെ നമുക്ക് അടിക്കാം. എനിക്ക് അവളെ കാണണം അമ്മാവ. ആണോ? അമ്മാവും കാണിച്ചിട്ടോ. തെങ്ങല്ല മതിലാ ചാടണ്ടേ. നീ എങ്ങോട്ടാടാ പോന്ന? അളേ, ഒരു കരിക്കിട്ടിട്ട് വരാം. ഇവിടല്ലേ വീട്? അന്നാണ് കരിക്ക് കുടിച്ച് അമ്മാവ ചാടിക്കോ. അല്ല, കരിക്ക് വേണ്ടേ? ചാടിയില്ലേ? ഇങ്ങോട്ട് താനേത് കോപ്പിലെ അമ്മാവനാടോ? പേടിന്റെ പെയിന്റ് നോക്കണോ? അത് പച്ച പെയിന്റല്ലേ? ചാടിയ മറിപ്പോയി, പെഗ് കുറഞ്ഞു ചെയ്താ. അയ്യോ, എന്റെ അമ്മാവ. പൊന്നു പോലെ നോക്കണേ. ഇരുട്ടാണല്ലോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഷാരിയസ് നായർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. നിനക്കൊരു നേരും കാലൊക്കെ ഇല്ലേ? കേക്ക് ഇപ്പൊ വരാവേ. എന്തേട്ടാ? ആരാടാ? തോന്നിയതാ. സഹദേവൻ നായരോടാ കളി. ഈ പൊട്ടന്റെ മോളെയൊക്കെ വളയ്ക്കാൻ പറ്റാത്ത